ഭരണ പ്രതിപക്ഷ അനുകൂലികളായ റേഷൻ വ്യാപാരി സംഘടനകൾ ഭക്ഷ്യവകുപ്പിനെതിരെ സംയുക്ത സമരത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം 7-ന് റേഷൻ കടകൾ അടച്ചിടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. CPIM MLA ജി സ്റ്റീഫൻ, കോൺഗ്രസ് MP അടൂർ പ്രകാശ്, CPI നേതാവ് സി മോഹനൻ പിള്ള, ജോണി നെല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന സംഘടനകളാണ് സംസ്ഥാന സർക്കാരിനും ഭക്ഷ്യവകുപ്പിനുമെതിരെ സംയുക്ത സമരത്തിന് ആഹ്വാനം ചെയ്തത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, KTPDS ആക്ടിൽ കാലോചിതമായ മാറ്റം വരുത്തുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പരിഹാരമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ഞങ്ങൾ കോവിഡ് പേമാരി കഴിയുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയും അതിനുശേഷം ഗവൺമെൻറ്റിനോട് കാലോചിതമായിട്ട് ഞങ്ങളുടെ വേതനം വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ സമീപിച്ചെങ്കിലും ഗവൺമെൻറ് അത് മുഖവിലേക്കെടുക്കാൻ തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ, റേഷൻ വ്യാപാരികൾക്ക് കടം നടത്തി മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കടയടപ്പ് സമരമല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ്റിന് ഞങ്ങൾ മുൻകൂട്ടി നോട്ടീസ് കൊടുത്തുകൊണ്ട് മാർച്ച് 7-ാം തീയതി സംയുക്തമായി കടയടച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 7-ന് റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്താനും തീരുമാനമെടുത്തു. അതേസമയം സംയുക്ത സമരത്തിൽ നിന്ന് AITUC നേതൃത്വത്തിലുള്ള സംഘടന വിട്ടുനിൽക്കുകയാണ്. അരുൺരാജ്, 24 കൊല്ലം.